വിനു വന്നിട്ട് ചന്തയിൽ പോയി മീൻ മേടിക്കാന്ന് വെച്ചപ്പോ അവൻ നല്ല ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ചന്തയിൽ പോകും മീൻ മേടിപ്പ് ഒന്നും ഉണ്ടായില്ലേട്ടെന്ന്. പിന്നെ എല്ലാം ഒരു തട്ടിക്കൂട്ടിലായിരുന്നു എന്റെ വക. മോരുകറിയും ബീട്രൂട്ട് തോരനും പിന്നെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം പരിപ്പ് കുത്തിക്കാച്ചിതായിട്ട് ഉണ്ടാക്കിയത്. മീനില്ലാത്തോണ്ട് തന്നെ ആ കുറവ് അങ്ങോട്ട് നികത്താൻ വേണ്ടിട്ട് മുട്ടയും കൂടി പൊരിച്ചിട്ടുണ്ടായിട്ടാ. പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ഒരു 2:30 നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായേ. ഞാൻ ആദ്യം അടുക്കളയിൽ മിക്സിക്ക് പകരം ബ്ലണ്ടർ ആട്ടോ യൂസ് ആക്കിക്കൊണ്ടിരുന്നത്, അരക്കാനും പൊടിക്കാനും ഒക്കെ. പിന്നെ കുഞ്ഞു തന്ന മിക്സി ആയിട്ട് ഞാൻ ഇപ്പൊ എന്റെ അടുക്കളയിൽ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. അതും ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇപ്പൊ പുതിയ മിക്സി എന്റെ അച്ഛൻ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അത് കിട്ടിയതിന്റെ സന്തോഷമായിട്ട് എന്റെ മുഖത്ത് കാണാൻ വന്ന് കണ്ട് പൊട്ടിച്ചു നോക്കിയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതിന്റെ വീഡിയോ എന്തായാലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഡാറ്റ. ഈവനിങ് ആയപ്പോ പിന്നെ നമ്മൾ പ്രേത്താട്ടന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായേ. പ്രേത്താട്ടൻ ഗൾഫിൽ നിന്ന് വിനുവിന് വാച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. അത് മേടിക്കാൻ പോയതാട്ടാ. വിവാദത്തിലും കടന്നു വന്ന കടവാവിൽ വേറെ ആരുമല്ല, അതാണ് എന്റെ അമ്മു. അമ്മുന്റെ പ്രൊഡക്റ്റ് ദേവു. ഇന്ന് ദേവസം മാമാട്ടിക്കുട്ടർ പോലെ മുടിയൊക്കെ കിട്ടി സുന്ദരി കുട്ടിയായിട്ടുണ്ട്. 2 വാച്ച് ഉണ്ടായ, ഒന്ന് വിനുവിനും ഒന്ന് അക്കുച്ചാനും ആണ് ട്ടാ. പിന്നെ പ്രേത്താട്ടൻ കൊടുത്തിട്ട് കുറച്ച് ചോക്ലേറ്റ് അമ്മു തന്നിട്ടുണ്ടായേ. അതും കഴിച്ച് വീട്ടിൽ വന്ന് രാത്രിയായപ്പോ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഒരു ചായ കുടിക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചെങ്കിലും ഞങ്ങൾ കുടിക്കാറുള്ള 3 കട അടച്ചിട്ടേക്കണ കാരണം അത് പിന്നെ പൊറോട്ടയിലും ബീഫിലും എത്തി നിന്നുട്ടാ. അല്ല, നമ്മൾ ചായ കുടിക്കാനാണല്ലോ വന്നത്, അതുകൊണ്ട് അതും കൂടി കുടിച്ചിട്ടുണ്ടായിട്ടാ പേരിന്. പൊറോട്ടയും ബീഫും കിട്ടിയപ്പോ വയറിനും സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോട്ടെ. അപ്പത്തുള്ള ഗൈസ് ബൈ.